ഹായ് ഓൾ, അപ്പോഴെല്ലാവർക്കും ലക്കി ലല്ലു വേൾഡിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് ഓൾ. രാവിലെ എഴുന്നേറ്റുടനെ കാണുന്നൊരു കാഴ്ചയാണിത്. നമുക്ക് മഞ്ഞ് കാണാൻ വേണ്ടി അങ്ങ് ദൂരെയൊന്നും പോകേണ്ട ഒരു കാര്യമില്ല. ഇത് ഇവിടെ തന്നെ കാണാം. മഞ്ഞ് ഇങ്ങനെ വരുവാണേ. രാവിലെ ഒരു 6:30 മണിയായപ്പോഴത്തെ കാലാവസ്ഥയാണിത്. ഒരു 7:30 ആകുമ്പോൾ ഈ മഞ്ഞൊക്കെ പോകും. പിന്നെ ചെറിയ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ഇപ്പം എല്ലാം മാറി നിൽക്കുകയാണ്. ഞാനെപ്പോഴും ഈ മഞ്ഞൊക്കെ ആസ്വദിക്കാറുണ്ട്. കാരണം എനിക്കിതൊക്കെ ഇപ്പോഴും ഒരു അത്ഭുതം തന്നെയാണ്. ഇടുക്കിയിലെ വിശേഷങ്ങൾ പറഞ്ഞാൽ ഒരിക്കലും തീരത്തില്ല. ഇവിടുത്തെ ഈ മഞ്ഞും തണുപ്പും ഈ കാലാവസ്ഥയും ഈ ചെടികളും ഇവിടെയുള്ള പക്ഷികളൊക്കെ, നാട്ടിലെ പല ചെടികളും ഇവിടെ ഞാൻ കാട്ടിലാണ് കാണുന്നത്. കാരണം ഇവിടെ വീട്ടിൽ വളർത്തുന്ന ചെടികളൊന്നും നാട്ടിലില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. നാട്ടിലെ പല ചെടികളും ഇവിടെ കാട്ടിലാണ് വളരുന്നത്. കാരണം നാട്ടിലെ ചെടി ഇവിടെ കാട്ടുചെടിയാണ്. അങ്ങനെ നാടും ഹൈ റേഞ്ചും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഞാൻ കാണുന്നു. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെങ്കിലും എനിക്ക് രണ്ടും ഒരേപോലെ കേട്ടോ. പറഞ്ഞാൽ തീരാത്ത ഒരുപാട് വിശേഷങ്ങൾ നിറഞ്ഞതാണ് ഇവിടുത്തെ രീതികളും ഇവിടുത്തെ നാടും. ആദ്യമൊക്കെ നമുക്ക് ഇവിടുത്തെ കാലാവസ്ഥയോട് കുറച്ചൊക്കെ യുദ്ധം ചെയ്യേണ്ടി വരും. എന്നിരുന്നാലും അത് ശീലിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത് കേട്ടോ. ജനുവരിയൊക്കെ ആയിക്കഴിയുമ്പം പിന്നെ കുറച്ചൊരു ചേഞ്ച് വരും. പിന്നെ വേനൽക്കാലമൊക്കെ ആയിക്കഴിയുമ്പം എല്ലാം ഒരേപോലെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ലാന്ന്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതാണ് പ്രത്യേകിച്ച് ഹൈ റേഞ്ച്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതെല്ലാം കൊണ്ട് സത്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നി. അപ്പോൾ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.